സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ അറിയപ്പെടാനും ഫോളോവേഴ്സിനെ സ്വന്തമാക്കാനും ഫോട്ടോഷൂട്ടുകളിൽ വൈവിധ്യം പരീക്ഷിക്കുകയാണ് ഇവരും. ഇത്തരത്തിൽ നിരവധി ഫോട്ടോഷൂട്ടുകളാണ് വൈറലായി മാറിയിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് സേവ് ദ ഡേറ്റ് ആണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം പരീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കയിൽ തരംഗം സൃഷ്ടിച്ച് മലയാളിയുടെ ഫോട്ടോഷൂട്ട് വൈറലാകുകയാണ്. കൊല്ലം സ്വദേശിയും ഇപ്പോൾ അമേരിക്കയിൽ സൈക്കാട്രിക് നേഴ്സുമായി ജോലി ചെയ്യുന്ന ആന്റണിയാണ് കക്ഷി. ചെറുപ്പം മുതലേ പാമ്പുകളോട് അനുകമ്പയായിരുന്നു ഇദ്ദേഹത്തിന്. ആയതിനാൽ തന്നെ ആദ്യമായി ജോലി കിട്ടിയപ്പോൾ ആന്റണി പാമ്പുകളെ വളർത്തി തുടങ്ങി. ഇന്ന് 5 പാമ്പുകൾക്ക് ഉടമയാണ് അദ്ദേഹം. തന്റെ ജീവിത സഖിയോടൊപ്പം ഒരു സേവ് ദ ഡേറ്റ് ചെയ്യണമെന്ന ആഗ്രഹം എത്തിച്ചത് തന്റെ വളർത്തു മൃഗങ്ങളിലേക്കാണ്. കൊല്ലം സ്വദേശിയായ മോണിക്കയെയാണ് ആന്റണി വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്നാൽ വളർത്തു മൃഗങ്ങളോടുള്ള സ്നേഹം തെല്ലും കുറയാതെ അത് എടുത്തു കാണിക്കാനും ആന്റണി മടിച്ചിരുന്നില്ല. സമൂഹ മാധ്യമങ്ങൾ അന്വേഷിക്കുന്ന ആന്റണിയുടെ സേവ് ദ ഡേറ്റ് വിശേഷങ്ങളും പിന്നെ പാമ്പുകളോടുള്ള സൗഹൃദവും ഇതാണ്. ഹൂസ്റ്റണിലെ എറിക്കാർഡ് സ്റ്റുഡിയോയുടെ ജോലികൾ ചെയ്യുന്ന ടോം സണ്ണിയോട് യൂട്യൂബിലിടാൻ തന്റെ പാമ്പുകളുടെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു ആന്റണി ആവശ്യപ്പെട്ടത്. ഇതേ സമയത്താണ് ആന്റണി മോണിക്കയും തമ്മിലുള്ള വിവാഹവും നിശ്ചയിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് സേവ് ദ ഡേറ്റ് പാമ്പുകളോടൊത്ത് ചേരുതെന്ന് വിൻസെന്റ് എറിക്കാർഡ് ഒരാശയം മുന്നോട്ട് വെച്ചു. ഇതിന് ആന്റണിക്ക് പൂർണ്ണ സമ്മതം. പ്രധാന പ്രശ്നം മോണിക്കയ്ക്ക് പാമ്പുകളെ പേടിയാണോ അല്ലയോ എന്നത് മാത്രമായിരുന്നു. സംഗതി മോണിക്കയോട് പറഞ്ഞപ്പോൾ മോണിക്കയും ഓക്കെ. പിന്നീട് ഷൂട്ടിനായി ഒരു അപ്പാർട്ട്മെന്റ് മോണിക്ക വാടകയ്ക്കെടുത്തു. അങ്ങനെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതിയായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അതിനിടെ പാമ്പുകളോടൊത്തുള്ള ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയും ചെയ്തു. ആന്റണിയും മോണിക്കയും കൊല്ലം സ്വദേശികളാണ്. 10-ാം വയസ്സിലാണ് ആന്റണി കുടുംബത്തോടൊപ്പം അമേരിക്കയിലെത്തുന്നത്. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് 2010-ൽ നഴ്സിംഗ് പഠിക്കാനായി നാട്ടിലേക്ക് എത്തി. പഠനശേഷം 2017-ൽ വീണ്ടും അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. ആദ്യ ജോലിയിൽ പ്രവേശിച്ചതോടെ ആന്റണി പാമ്പുകളെ വളർത്താൻ ആരംഭിച്ചിരുന്നു. അമേരിക്കയിൽ ഹൂസ്റ്റണിലെ ബിഹേവിയറൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ സൈക്കാട്രിക് നേഴ്സായാണ് ആന്റണി ജോലി ചെയ്തു വരുന്നത്. 2015-ൽ അമേരിക്കയിലെത്തിയ മോണിക്ക ബാച്ചിലർ കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. അതേസമയം 4-4.5 മണിക്കൂറെടുത്താണ് വീഡിയോയും ഫോട്ടോഷൂട്ടും നടത്തിയത്. ടോം സണ്ണി വീഡിയോയും വിൻസ്റ്റൺ എറിക്കാർഡ് ഫോട്ടോഷൂട്ടുമായിരുന്നു ചെയ്തത്. ആന്റണിയുടെ കയ്യിൽ 6ഓളം പാമ്പുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവയിൽ ഒന്ന് ചത്തു. ഇപ്പോൾ 5ഓളം പാമ്പുകളാണ് ആന്റണി വളർത്തി വരുന്നത്. പെരുമ്പാമ്പ് ഇനത്തിൽപ്പെട്ട റെറ്റിക്കുലേറ്റഡ് പൈത്തോൺ, ബോൾ പൈത്തോൺ, ബർമീസ് പൈത്തോൺ എന്നിവയെ കൂടാതെ തെക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന റെഡ് ടെയിൽ ബോവ എന്നിങ്ങനെ വിഷമില്ലാത്ത പാമ്പിന്റെ ഇനത്തിൽപ്പെടുന്നവയും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കോപ്പർ ഹെഡ് വൈപ്പർ എന്ന പാമ്പുമാണ് ആന്റണി വളർത്തുന്നത്. കോപ്പർ ഹെഡ് വൈപ്പർ എന്ന പാമ്പ് അണലി വർഗത്തിൽപ്പെടുന്ന വിഷപ്പാമ്പാണ്. മറ്റു പാമ്പുകൾ വിഷമില്ലാത്ത പെരുമ്പാമ്പിന്റെ വർഗത്തിൽപ്പെടുന്നവയാണ്. റീക്രിയേഷണൽ കൺട്രോൾഡ് എക്സോട്ടിക് സ്നേക്ക് എന്ന പെർമിറ്റ് എടുത്താൽ മാത്രമേ അമേരിക്കയിൽ പാമ്പുകളെ വളർത്താനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. ആന്റണിക്ക് ഈ പെർമിറ്റ് ഉണ്ട്. ആദ്യം ആന്റണി തന്റെ പാമ്പുകളുടെ കൂടും കിടപ്പുമുറിയിൽ തന്നെ ഒരുക്കി. എന്നാൽ പിന്നീട് കൂടുതൽ പാമ്പുകളിലേക്ക് കമ്പം കയറിയതോടെ പാമ്പുകൾക്കായി ഒരു മുറി തന്നെ തരപ്പെടുത്തി. 7-10 ദിവസം കൂടുമ്പോഴാണ് ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത്. എലി, കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ മുയൽ കുഞ്ഞുങ്ങൾ എന്നിവയാണ് പാമ്പുകൾക്ക് ഒരുക്കിയിട്ടുള്ള മെനു. കുഞ്ഞുനാൾ മുതൽ എനിക്ക് വെറ്റിനേറിയൻ അല്ലെങ്കിൽ സുവോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പറ്റിയില്ല. പിന്നീട് ആ ഇഷ്ടമാണ് പാമ്പുകളെ വളർത്തുന്നതിലേക്ക് എത്തിച്ചതെന്ന് ആന്റണി ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.